തീരദേശ മേഖല ഉൾപ്പെടെയുള്ള നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി. പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പ്രാഥമിക സൗകര്യങ്ങൾ പോലും പുതിയ കെട്ടിടത്തിലില്ല. ഫിറ്റ്നസ് ഇല്ലാത്ത പഴയ കെട്ടിടം പൊളിച്ചു നീക്കാതെ ഇപ്പോഴും ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. ചിറയൻകീഴ്, വക്കം, കടയ്ക്കാവൂർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് രോഗികളാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഡയാലിസിസ് യൂണിറ്റ് എങ്കിലും അവിടേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു. മാർച്ച് മാസം ആദ്യവാരമാണ് നമ്മുടെ ഈ കാണുന്ന പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നടന്നത്. അതിൻ്റെ അകത്ത് ഒരു സാമഗ്രിയോടും ഇതിന് കൊണ്ടുവരാൻ പറ്റും. ഒരു ബെഡ് പോലും അതിൻ്റെ ഇടാതെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. അന്ന് ഉദ്ഘാടനത്തിന് വേണ്ടി മുടക്കിയ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ 2 ബെഡെങ്കിലും ഇട്ട് കിടക്കാം. ഇവിടെ മെഡിക്കൽ കോളേജിൽ പോകുന്ന രോഗികളെ തിരിച്ച് പ്രാദേശിക ശുശ്രൂഷകൾ ഇങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് രോഗികൾ കിടക്കാൻ ബെഡില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ഹോസ്പിറ്റലിലേക്ക് വിടുന്ന ഒരു പ്രവണത മാസങ്ങളായിട്ടൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഗികൾ രാത്രി കാലങ്ങളിലും വന്ന മറ്റു ഹോസ്പിറ്റൽ സമീപിക്കുന്ന ഒരു സ്ഥലത്ത് പോലും ബെഡില്ലാതെ ഒരു നടക്കുന്ന വ്യവസ്ഥ ഈ ഹോസ്പിറ്റൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കെട്ടിടം കെട്ടിയിട്ട് ഈ കെട്ടിടം ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ നിൽക്കുന്ന കെട്ടിടത്തിൽ ഫിറ്റ്നസ് ഇല്ല എന്നാണ് പറയുന്നത്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം പൊളിച്ചു കളയുകയും ഈ പുതിയ കെട്ടിടത്തിലോട്ട് നമ്മൾ ഡയാലിസിസ് യൂണിറ്റ് മാറ്റണമെന്ന് ആദ്യം തന്നെ ആവശ്യം. ഡയാലിസിസ് പേഷ്യൻറ്റിന് ഒരു സഹായവുമില്ല, അതുകൊണ്ട് ഡയാലിസിസ് യൂണിറ്റ് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ജനകീയ പ്രക്ഷോഭത്തിൽ പിന്നെയും ആ കെട്ടിടം തുടങ്ങിയത്. ആ കെട്ടിടം തുടങ്ങിയെങ്കിലും ആദ്യം തന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് 3 മാസത്തിനകം പുതിയ കെട്ടിടം കെട്ടുമ്പോൾ അതിൻ്റെ താഴത്തെ ബ്ലോക്കിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞത്. ആ ഡയാലിസിസ് യൂണിറ്റ് പോലും പ്രവർത്തിക്കുന്നതിനുള്ള ഒരു നടപടി പോലും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനമില്ലാത്തതും ഒരു പ്രതിസന്ധിയാണ്. അന്നത്തെ ഡോക്ടർമാരുടെ എണ്ണവും ഇന്നത്തെ ഡോക്ടർമാരുടെ എണ്ണവും നോക്കി തന്നെ പരിശോധിച്ച് തന്നെ നമുക്ക് മേലധികാരം നോക്കിയാൽ തന്നെ അറിയുന്നു ഡോക്ടർമാരുടെ എണ്ണം ഇവിടെ വളരെ കുറവായിരുന്നു. പണ്ടാണെങ്കിൽ സ്കിന്നിനും മറ്റു രോഗികൾ വന്നാൽ തന്നെ നമുക്ക് 2 ഡോക്ടർമാരെങ്കിലും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില യൂണിറ്റുകൾക്ക് മാത്രമേ 2 ഡോക്ടർമാരുള്ളൂ. ഒരു ഡോക്ടർമാരുടെ അപര്യാപ്തത വളരെയധികം കൂടുതലുള്ളൊരു ഹോസ്പിറ്റലാണ് ചെറിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1500 കുറയാതെ OP വരുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ചെറിയ താലൂക്ക് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കാഷ്വാലിറ്റി മിക്കവാറും ദിവസങ്ങളിൽ ഒറ്റ ഡോക്ടർ മാത്രമേ കാണത്തുള്ളൂ. രാത്രി കാലങ്ങളിൽ പോലീസ് കേസ് കൊണ്ടുവരുന്ന പ്രതികളെ വേണ്ടി മെഡിക്കൽ എടുക്കാനും മറ്റു കാര്യങ്ങൾ പോകുമ്പോൾ ആ ഡോക്ടർമാർ അങ്ങോട്ട് പോകുമ്പോൾ രോഗികൾ മണിക്കൂറോളം ക്യൂ നിന്നാണ് ഡോക്ടറെ കാണുന്നൊരവസ്ഥയുണ്ട്. അടിയന്തരമായി കാഷ്വാലിറ്റിയിൽ ഏത് സമയവും 2 ഡോക്ടർമാരെയെങ്കിലും നിയമിക്കാനുള്ളൊരു അടിയന്തരമായ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പ്രാദേശികം ചിറയൻകീഴ്. നേരറിയാം നാടറിയാം ന്യൂസ് പ്രാദേശികം.